ബോയ്സ് എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാണ് നമ്മുടെ അനാർക്കി സെർവറിൻ്റെ ഡിസ്കോഡ് സെർവറിന് എന്തൊക്കെ പറ്റിയെന്ന്. അതിനെ കുറച്ചുകൂടി ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി ജസ്റ്റ് പോയി കാണാം. പോയി കണ്ടാൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ പറ്റിയെന്ന് അറിയാം, എന്താണ് പറ്റിയെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മാത്രം മതി. പിന്നെ നമ്മുടെ റീലോഞ്ച് ഉണ്ടെന്ന് ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടവർക്കാണെങ്കിൽ അറിയാം. ആ ഒരു റീലോഞ്ച് നടന്നിരിക്കുകയാണ്. റീലോഞ്ച് ഒഫീഷ്യലി റീലോഞ്ച് ആയിട്ടുണ്ട് സെർവർ. ബട്ട് സെർവർ ഇപ്പോഴും ഓഫാണ്. കുറച്ച് പ്ലഗിൻസ് ആഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നാണ് നമ്മുടെ റീലോഞ്ച് നടന്നത്. ആ ടൈമിൽ പ്ലഗിൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓഫാണ്. സോറി. അപ്പം ഈ സെർവർ ഡിസ്കോഡ് സെർവർ ജോയിൻ ആയിട്ടുള്ളവർക്കാണ് അറിയാം. നമ്മുടെ വേറെ കുറേ പേര് ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് കുറേ പേര് ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവരൊക്കെ കുറേ പേര് ജോയിൻ ആയിട്ടുണ്ട്. അവർക്കറിയാം സെർവർ ഓൺ ആക്കാൻ പറയുന്നുണ്ട്. ബട്ട് അവരോട് എനിക്ക് സോറി പറയാനുള്ളത്, കാരണം പ്ലഗിൻസ് കുറച്ച് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴും പ്ലഗിൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലഗിൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലഗിൻ പറയാം. പ്ലഗിൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം. ഞാനൊരു സജഷൻ എന്ന് വെച്ചാൽ ചാനലുണ്ട്. നമ്മുടെ ഡിസ്കോഡ് സെർവർ സജഷൻ എന്ന് പറയുന്ന ചാനലുണ്ട്. അതിനകത്ത് ഞാൻ പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തൊക്കെ പ്ലഗിനാണ് വേണ്ടതെന്ന്. ഇപ്പം എക്സാമ്പിൾ ടി പി ആണ്. അനാർക്കിക്ക് അത് ടി പി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ അനാർക്കിയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ. അങ്ങനെ അനാർക്കിപ്പം നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തോട്ട് ടി പി ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ടി പി മറ്റുള്ള അടുത്തോട്ട് പോകാൻ പറ്റും. ബട്ട് ഇപ്പം നിങ്ങളുടെ ടീംമേറ്റ്സ് ആരാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ഇപ്പം അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാൻ പറ്റും. അല്ലാതെ ആർക്കും പെട്ടെന്ന് ടി പി ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് ഒരു അടുത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ സെർവറിൽ നേരത്തെ സെർവർ വേറെ പ്ലഗിനോട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടീമായിട്ട് സ്വന്തമായിട്ടുള്ള ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഉള്ള മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. ടീമിലുള്ള പ്ലെയറിനെ നമുക്ക് ഒരിക്കലും കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അറിയാതെ കാണിച്ച് കൊല്ലത്തില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല. ഓക്കെ. പിന്നെ ഇപ്പം സെർവർ ലോഞ്ചായിട്ട് 2-3 ദിവസമായി. ഞാൻ അത് അറിയിക്കാൻ മറന്നു പോയതാണ്. വീഡിയോയുടെ ആ ടൈം ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. നൈറ്റിലായിരുന്നു ലോഞ്ച്. അപ്പം പഴയ ഡിസ്കോഡ് സെർവറിൻ്റെ അത്രയും മെമ്പേഴ്സൊന്നും ഇപ്പോൾ ഇല്ല. നിങ്ങൾ ജോയിൻ ചെയ്ത് പവർ കാണിക്കുക. പഴയ ഡിസ്കോഡ് സെർവർ എന്ന് പറയുമ്പോൾ 66 സംതിങ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഡിസ്കോഡ് സെർവറിൽ നോക്കുവാണെങ്കിൽ ഒരു 30 സംതിങ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പഴയ ഡിസ്കോഡ് സെർവറിനെക്കാട്ടി കൂടുതൽ ചാനൽസ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ഒക്കെ ഇടാം. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബർ ആണെങ്കിൽ, എന്നെക്കാട്ടിയൊക്കെ വലിയ യൂട്യൂബറാണ്. നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ജസ്റ്റ് DM ചെയ്താൽ മതി. നിങ്ങൾക്ക് യൂട്യൂബ് റോൾ വരുന്നതായിരിക്കും. സെർവറിൽ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ സോർക്കോയിറ്റ് നമ്മുടെ എമിക്സിലൊരു പ്ലെയറാണ്. ആ ഒരു ബ്രോ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്ലെയിമിംഗ് സ്പീക്ക് എന്ന് പറയുന്നൊരു ബ്രോ ഉണ്ട്. അതൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സാണ് ഗൈസ്. അവരെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അവർ വന്നിട്ടുണ്ട്. അവർ വന്നത് എനിക്ക് സന്തോഷമുള്ളൂ. കഴിഞ്ഞ സെർവറിലാണെങ്കിൽ നമുക്ക് വേറെ ഇതിൽ കൂടുതൽ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറയാം, നമ്മുടെ സോർക്കോയിറ്റ് ഫ്ലെയിമിംഗ് സ്പീക്കും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരാളോട് ഉണ്ടായിരുന്നു, എനിക്കറിയാം പേര് മറന്നുപോയി. സോർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലെയിമിംഗ് സ്പീക്ക് ഉണ്ടായിരുന്നു. വേറെ യൂട്യൂബറോട് ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. അവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ മറന്നു പോയതാണ്. പിന്നെ എല്ലാവരും ഇതിൽ കയറാൻ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം കയറാൻ ശ്രമിക്കുക. നമ്മളതൊരു കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിനാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് 500 സബ്ബാക്കി തന്ന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ. മോണിറ്റൈസേഷന് 4000 വാച്ച് ഓവറും 500 സബ്ബ് നേരത്തെ ഒരുക്കിയായിരുന്നു. ഇപ്പോൾ 500 സബ്ബ് മതി. ഇപ്പം നമ്മുടെ ചാനലിൽ വന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 86. ഇനിയും വെറും 14 സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവും. ഓക്കെ. നിങ്ങൾ എൻ്റെ ആ ഒരു ഡ്രീം സാധിച്ചു തരാം. ഓക്കെ. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു യൂട്യൂബ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി, എൻ്റെ ഒരു ചാനൽ വലിയ ഒരു ഡ്രീം അച്ചീവ്മെൻറ്റിലേക്ക് എത്തിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു അച്ചീവ്മെൻറ്റാണ്. പക്ഷെ നിങ്ങളിതായിരിക്കും ചെറിയ ഇതൊക്കെ എന്തുവാന്ന് എനിക്കതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്. ഓക്കെ. 100എങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും കഷ്ടപ്പെടണം. ഓക്കെ. പിന്നെ നമ്മുടെ സെർവറിൽ ഇപ്പം അത്യാവശ്യം അഡ്മിൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ നേരത്തെ കഴിഞ്ഞ സെർവറിൽ നമുക്ക് ഫൗണ്ടേഴ്സും അഡ്മിൻസും സ്റ്റാഫ്സും ആയിരുന്നു. ഈ പ്രാവശ്യം സെർവർ സ്റ്റാഫ്സ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അഡ്മിൻ ഉണ്ട്, പിന്നെ ഓണേഴ്സ് ഉണ്ട്.
CEO ഓണറുണ്ട്. ഇവരൊക്കെയാണ് ഒരു സെർവർ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ CEO ഓണർ എന്ന് പറയുന്നത് ബ്ലാക്ക് കോപ്പി എന്ന് പറയുന്നത് മല്ലൂരനെ ബ്രോയുടെ സെർവറിലുള്ള ഒരു ബ്രോയാണ്. ആ ബ്രോ ഉണ്ട്. അഡ്മിൻ സോണി ക്ലബ് എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. പിന്നെ സ്റ്റാഫ്സ് 3 പേരുണ്ട്. അവരെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ DC സെർവർ ജോയിൻ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ, see you.